2026 ബി ജെ പി കേരളത്തിൽ പല കാര്യങ്ങളിലും ഒരു ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം മുഴുവൻ UDF-ന് പിടിച്ചടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയവും ബാക്കി നിൽക്കുന്നു. കാരണം BJP കേരളത്തിൽ പ്രധാനമായും 3 ജില്ലകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്: തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും. ഇതേ അവസരത്തിൽ മറ്റ് പല ജില്ലകളിലും അവിടിവിടങ്ങളിലായിട്ട് ചില മണ്ഡലങ്ങൾ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡായാലും അതുപോലെ തന്നെ മറ്റ് ചില ജില്ലകളിൽ പത്തനംതിട്ട ജില്ലയിലെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലം BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒന്നാണ്. CPIയുടെ സ്ഥാനാർത്ഥിയാണ്, MLA ആണ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നത്. CPIക്കുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷെ അവിടെ ഈ BJPയുടെ വളർച്ചയിൽ പലപ്പോഴും CPIക്കാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർക്കണം. പാർലമെന്റ് സീറ്റിലും നമ്മൾ അതാണ് കണ്ടത്. തൃശ്ശൂരിൽ CPIക്കാണ് നഷ്ടം സംഭവിച്ചത്. തിരുവനന്തപുരത്ത് CPI വളരെ താഴ്ന്നു പോയതും ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലോടുകൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലമാണെങ്കിൽ, ഇന്നിപ്പോൾ പറയുന്നു പത്തനംതിട്ട ജില്ലയിലും BJP ഒരു മണ്ഡലം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട പൊതുവെ BJPക്ക് നോട്ടമുണ്ട് ജില്ല ഒട്ടാകെ. കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ 2 ഇടങ്ങളിൽ മത്സരിച്ചതിൽ ഒന്ന് കോന്നിയിൽ കൂടിയാണ്. 2 ഇടത്തും പരാജയമാണ് ഉണ്ടായത്. വേറൊരു കാര്യം, അന്ന് സുരേന്ദ്രന് വലിയ വിജയം നേടും എന്നാണ് പലരും ധരിച്ചു വെച്ചത്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഗ്യാലറിയിലിരുന്ന് കളി കണ്ട കോൺഗ്രസ്സുകാരാണ് നേട്ടം മുഴുവൻ കൊയ്തത്. എന്തായാലും ആ സമയമൊക്കെ മാറി ഇപ്പോൾ കൂടുതലായിട്ട് BJPയിലേക്ക് ഹൈന്ദവരുടെ ഒരു മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ BJP ഹൈന്ദവരുടേതായിട്ടുള്ള തന്നെ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു മണ്ഡലം 2026 നിയമസഭയിൽ എത്തിക്കുക എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. സമീപ സമയത്ത് BJPയിൽ നിരവധി ക്രൈസ്തവ മുഖങ്ങളെ തന്നെ പരിചയപ്പെടുത്തുകയും ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് BJP പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായവുമായിട്ടും കൂടുതൽ അടുപ്പത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി കോഴിക്കോട് ഒരു ശില്പശാല തന്നെ BJP ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിലവില് അവിടെ LDFന്റെ കൈവശമാണ് മണ്ഡലങ്ങളെല്ലാം നിൽക്കുന്നത്. ആറന്മുളയും തിരുവല്ലയും റാന്നിയും അടൂരും എല്ലാം തന്നെ LDFന് അനുകൂലമായ രീതിയിലാണ്. ഇതിൽ ആറന്മുള അല്പം പ്രതീക്ഷ BJPക്ക് ഉണ്ട്. പക്ഷെ 2026 അതങ്ങ് പെട്ടെന്ന് നേടും എന്നുള്ള ഒരു കണക്കുകൂട്ടലും ഇല്ല. ആറന്മുള ഇപ്പോൾ വീണ ജോർജാണ് അവിടുത്തെ MLA, ആരോഗ്യ മന്ത്രി കൂടിയാണ്. വീണ ജോർജിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയ പടയൊരുക്കമുണ്ട്. പക്ഷെ അതൊക്കെ BJPക്ക് അനുകൂലമായി മാറ്റാൻ കഴിയും എന്ന് പാർട്ടിയും കരുതുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തിരുവല്ല മണ്ഡലത്തിലാണ്. തിരുവല്ലയിലെ മാത്യു ടി തോമസ് ആണ് ജനതാദളിലെ. മാത്യു ടി തോമസ് തുടർച്ചയായി വിജയിച്ചു വരുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം BJPക്ക് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടായിരുന്നു 2021 അവിടെ സ്ഥാനാർത്ഥി.
ഇപ്പോൾ BJP അവിടെ മുമ്പോട്ട് വച്ചിരിക്കുന്നത് അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നേതാവാണ്. നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ട് പോലും നേരിട്ട് ബന്ധമുള്ള അനൂപ് ആന്റണി നമ്മുടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വയം പ്രഖ്യാപനം നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. കാരണം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ് തിരുവല്ല. കാരണം ഈ തിരുവല്ല എന്ന് പറയുന്നത് മർത്തോമ സഭയുടെ ആസ്ഥാനവും അവിടെ തന്നെയാണ്. ക്രൈസ്തവര് ധാരാളമുള്ള ഇടമാണ് തിരുവല്ല, അതുപോലെ തന്നെ റാന്നി ഭാഗങ്ങളിലും ഒക്കെ തന്നെ. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിണറായി വിജയൻ 2021 കൂടെ കൂട്ടിയത്. അങ്ങനെ റാന്നി മണ്ഡലം CPM അത് വിട്ടുകൊടുത്തു കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് പ്രമോദ് നാരായണൻ അവിടെ നിന്ന് ജയിച്ചു വന്നത്. പക്ഷെ റാന്നി പ്രമോദ് നാരായണന് ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. അന്ന് 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് UDFിലേക്ക് ചായാനുള്ള സാധ്യതയാണ് കാണുന്നത്, പ്രത്യേകിച്ചൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട്. പിന്നെ UDFിലേക്ക് ചാഞ്ഞാൽ പോലും അത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ അവിടെ വിജയം ഉണ്ടാകണമെന്നില്ല. കാരണം ക്രൈസ്തവ വിഭാഗത്തിന്റെ നല്ലൊരു പങ്ക് വോട്ട് BJPയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ LDFിന്റെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇതുവരെ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. BJP അങ്ങനെ ചില മണ്ഡലങ്ങളിൽ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതിൽ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പലരെയും തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ തിരുവല്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന അനൂപ് ആന്റണി നമുക്കറിയാം ഛത്തീസ്ഗഡ് വിഷയത്തിലൊക്കെ ഒരു ഇടപെടൽ നടത്തുകയും അവിടെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേരളത്തിൽ BJPക്ക് ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള എതിർപക്ഷത്ത് നിന്നുള്ള പ്രചാരണവും മറ്റുമൊക്കെ ശക്തമായ അവസരത്തിൽ അതിനെ മറികടക്കാൻ ഇപ്പോൾ അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെ പോലുള്ളവരെ കൊണ്ടുമാണ് സാധിച്ചിട്ടുള്ളത്. ഷോൺ ജോർജും ക്രൈസ്തവരിലെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. ഷോൺ ജോർജ് ഒന്നുകിൽ പാല അല്ലെന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ ഈ മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. മുമ്പ് കുട്ടനാട് പറഞ്ഞിരുന്നു, പക്ഷേ ഷോൺ ജോർജിന് പാലയും പൂഞ്ഞാറുമാണ് താല്പര്യം. അതുപോലെ തന്നെ അനൂപ് ആന്റണിയും തിരുവല്ലയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഈ BJPയിലേക്ക് വന്നിരിക്കുന്ന ഈ മുഖങ്ങൾ അവരാവശ്യപ്പെടുന്ന മണ്ഡലങ്ങൾ തന്നെ കൊടുക്കാൻ BJP നേതൃത്വം തയ്യാറാണ്. അതുകൊണ്ടാണ് അനൂപ് ആന്റണി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. കോൺഗ്രസിൽ നിന്ന് അതിനിടയ്ക്ക് ഒരു മുതിർന്ന നേതാവ് പ്രൊഫസർ PJ കുര്യൻ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്ന് ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം കാണിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. UDF അധികാരത്തിൽ വരുമെന്നുള്ള ധാരണയിൽ അവിടെ നിന്ന് വിജയിച്ചു വന്നാൽ തനിക്ക് മന്ത്രിയുമാകാം എന്നുള്ളതാണ് PJ കുര്യൻ കണക്ക് കൂട്ടുന്നത്. പക്ഷെ കോൺഗ്രസിൽ പുതുമുഖങ്ങളും യുവത്വവും വലിയ ആവേശത്തോടുകൂടി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ PJ കുര്യനെ പോലുള്ളവർക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അനൂപ് ആന്റണിയും BJPയിലെ ഒരു യുവമുഖമാണ്. ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലുമൊക്കെ നിർണായക സ്ഥാനം നേടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അനൂപ് ആന്റണിക്ക് തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരാൻ കഴിയും എന്നും പാർട്ടിയും കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പൊ പത്തനംതിട്ട ജില്ലയിൽ എന്തായാലും BJP ഒരു സീറ്റ് ഉറപ്പിക്കും എന്നാണ് പലരുടെയും BJP വിട്ട് മറ്റു പാർട്ടികളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.